சங்கீதாவை தான் நீ கல்யாணம் பண்ணிக்க போகிற அப்படின்னு முடிவானதுக்கப்புறம் ഇപ്പോൾ ഞാൻ സംഗീതാവെ കാതലിக்கிறேன். തമിഴ് സിനിമാ ലോകവും രാഷ്ട്രീയ ലോകവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. സംഗീതക്ക് വിജയ്ക്കൊപ്പം വീണ്ടും ജീവിക്കാൻ ആഗ്രഹമില്ലേ? തന്റെ മക്കളുടെ ഭാവിക്കും നന്മയ്ക്കും വേണ്ടി അവർ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? തമിഴകം കണ്ട ഏറ്റവും മനോഹരമായ ഒരു ദമ്പതികളിൽ ആരും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വിജയുടെ ഓരോ വിജയങ്ങൾക്ക് പിന്നിലും നിഴലായി കരുത്തായി കൂടെയുണ്ടായിരുന്ന ആളാണ് സംഗീത. என்னுடைய வைஃப் சங்கீதா എല്ലാവർക്കും தெரியும்னு நினைக்கிறேன். ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ച് വരുന്ന വാർത്തകൾ ആരാധകരെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഏതൊരു കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് വിജയുടെയും സംഗീതയുടെയും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതും അവർ വേർപിരിയുന്നു എന്ന വാർത്ത പരന്നതും. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇവരുടെ വിവാഹമോചന ഹർജി എന്ന് പറയപ്പെടുന്ന ഒരു രേഖ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പലരും ഇത് കണ്ട് വിശ്വസിക്കാനാവാതെ അത്ഭുതപ്പെട്ടു. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി സംഗീതയെ പൊതുവേദികളിലൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഒരു വശത്ത് കരിയറിലെയും രാഷ്ട്രീയത്തിലെയും വലിയ പ്രതിസന്ധികൾ, മറുവശത്ത് വ്യക്തി ജീവിതത്തിലെ ഇത്തരം വാർത്തകൾ. വിജയ് ഇനി എങ്ങനെയാണ് ഇതൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് ചിന്തിച്ചവർക്ക് മുന്നിൽ അദ്ദേഹം എല്ലാ പ്രതിസന്ധികളെയും ധീരമായി നേരിട്ട് വിജയം വരിച്ചു. എന്നാൽ ഈ കഥയിൽ നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ടത് സംഗീത എന്ന സ്ത്രീയെയാണ്. ഇന്ന് മറ്റാരെങ്കിലും സംഗീതയുടെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, സോഷ്യൽ മീഡിയയിലൂടെ ചീത്തവിളികൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു ലൈവായി ഓരോന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. എന്നാൽ സംഗീത അങ്ങനെ ചെയ്തില്ല. വിജയോടുള്ള ആത്മാർത്ഥമായ ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് അവർ തികച്ചും മൗനം പാലിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയോ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള യാത്രയോ ബാധിക്കുന്ന ഒരു വാക്ക് പോലും അവർ എവിടെയും സംസാരിച്ചില്ല. നമ്മൾ തമ്മിൽ ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ നിയമപരമായി നമുക്ക് വേർപിരിയാം, അല്ലാതെ അതിന്റെ പേരിൽ ഒരാളുടെ കരിയർ നശിപ്പിക്കരുത് എന്ന് ചിന്തിച്ചവർ മാറിയുന്നത്. സംഗീത എന്ന വ്യക്തിയുടെ മാന്യതയാണ് ഇത് കാണിക്കുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ അവരെ കൈയടിച്ച് അഭിനന്ദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം വിജയ്ക്ക് താങ്ങായി നിന്ന സംഗീത, അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന ആ ഒരു ചരിത്ര നിമിഷത്തിൽ കൂടെയില്ലാത്തത് ആരാധകർക്ക് വലിയൊരു വിഷമം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരാധകർ തങ്ങളുടെ ആഗ്രഹം കൊണ്ട് വിജയുടെയും സംഗീതയുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത്. അവർ വീണ്ടും ഒന്നിക്കണം എന്നാണ് തമിഴ് ജനതയുടെയും ആരാധകരുടെയും പ്രാർത്ഥന. ആ പ്രശ്നങ്ങളൊക്കെ മാറി പഴയ പോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകണം. എന്നാൽ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വരുന്ന അടുത്ത മാസം ഇവരുടെ വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഈ കോടതി വിസ്താരത്തിൽ അവർ തങ്ങളുടെ തീരുമാനം മാറ്റുമോ അതോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്നു തന്നെ കാണണം. അങ്ങനെ സംഭവിച്ച ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി തന്റെ വിവാഹമോചന കേസിനായി കോടതിയിൽ നേരിട്ടെത്തുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിജയ്ക്ക് എത്രത്തോളം പിന്തുണയുണ്ടോ അത്രത്തോളം തന്നെ പിന്തുണയും സ്നേഹവും ജനങ്ങൾ സംഗീതക്കും നൽകുന്നുണ്ട്. ചിലർ കെട്ടിച്ചമക്കുന്ന വ്യാജ വാർത്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇരുവരും ചേർന്ന് ഉടൻ തന്നെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഇറക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.